നമസ്കാരം, ആർജൻ സൂര്യ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ റവയും പൈനാപ്പിളും വെച്ചൊരു അടിപൊളി കേസരി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇത്തവണ റവയും തൈരും കുറച്ച് സംഭവമൊക്കെ ആയിട്ട് വേറൊരു അടിപൊളി ഒരു വിഭവം ഉണ്ടാക്കാം, നോക്കാം. അപ്പോൾ റവ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തൈര്, 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിക്കാം. ഇനി ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞാണ് ഇതിട്ട് കൊടുക്കാം. ഇനി ഒരു സവാള നന്നായി ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞാണ് ഇതുകൂടി ഇടാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം വെള്ളം ഒഴിച്ച് നമ്മൾ എടുക്കാൻ. ഒരുപാട് അങ്ങ് ലൂസാക്കരുത്. ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ടണം. ഇങ്ങനെ നമുക്കെടുത്ത് ഇടാവുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം. കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് കൂടി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് കടുക് വറുത്തെടുക്കാം. കടുക് വറുത്ത് നമുക്കിടാം. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പലഹാരത്തിനായിട്ടുള്ള മാവ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ചുടുന്ന ഈ പാത്രത്തിലാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് പാൻ നന്നായിട്ട് ഈ അപ്പക്കാരം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ കുറച്ച് തൂവി കൊടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അത്രയൊന്നും എണ്ണ വേണ്ട, കുറച്ചൊന്ന് തൂവി കൊടുത്താൽ മതി. ഇനി എണ്ണയെല്ലാം തൂവി കൊടുത്തിട്ടുണ്ട് എല്ലാ കുഴികളിലും. ഇനി നമുക്ക് തീ ഒരുപാട് ഇടരുത്. തീ ഒരു മീഡിയം തീയെ ഇടാവൂ. കരിഞ്ഞു പോകരുത്, അപ്പം കരിഞ്ഞു പോകാതെ. അപ്പോൾ ഇതിലേക്ക് ഓരോന്നിനകത്തോട്ടും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. തീ ശ്രദ്ധിക്കണേ, തീ കരിഞ്ഞു പോകാതെ വേണം എടുക്കാൻ. അപ്പോൾ എല്ലാ കുഴികളിലും നമ്മൾ അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ വശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. കാണാമല്ലോ, മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. കരിഞ്ഞു പോകരുത്. തീ ശ്രദ്ധിച്ച് ഇതിൻ്റെ കൂടെ തന്നെ നിന്നോണം. ഇത് വെച്ചിട്ട് എവിടെയും പോവുകയും ചെയ്യരുത്. കൂടെ തന്നെ നിന്ന് നന്നായിട്ട് അപ്പുറത്തെ വശവും കൂടെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കേണ്ട. അതിലെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി എല്ലാം ഈ സൈഡും കൂടെ ഒന്ന് വെന്ത് ഇട്ടിട്ടെ. അപ്പോൾ നമ്മുടെ ഈ വശവും വെന്ത് വന്നിട്ടുണ്ട്. ആ കണ്ടില്ലേ. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കരിഞ്ഞു പോവാതെ എടുക്കണം. എല്ലാം നമുക്കെല്ലാം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ എന്തായാലും സോസാണ് ഒഴിച്ച് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്നിയോ സോസോ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റവ കൊണ്ടുണ്ടാക്കുന്ന പുതിയ വിഭവം എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് വേഗം ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. വൈകിട്ട് 4 മണി സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കാമെന്ന് അറിയാം. എല്ലാം പെട്ടെന്ന് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോ